യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 23-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. നിലത്തെഴുത്ത്. യേശുനാഥൻ നിലത്തിരുന്ന് എഴുതുകയായിരുന്നു. അപ്പോഴാണ് വലിയൊരു ജനക്കൂട്ടം കല്ലുകളുമായി ഒരു സ്ത്രീയെ വധിക്കുവാനായിട്ട് ഓട്ടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. അവൾ നല്ല ഭയപ്പെട്ടിരിപ്പുണ്ട്. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. അവളുടെ നെറ്റിത്തടത്തിലും കൈകളിലും കാലുകളിലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അവർ അത്രത്തോളം അവളെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടായിരിക്കാം കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. നിലത്തെഴുതിക്കൊണ്ടിരുന്ന യേശു മുഖമുയർത്തി അവളെയും അവർക്ക് ചുറ്റ് കല്ലുമായി നിൽക്കുന്നവരെയും നോക്കുന്നുണ്ട്. അവരൊക്കെയും ഒരു നികൃഷ്ട ജീവിയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ആർജവത്തോടുകൂടെ, ആക്രോശത്തോടുകൂടെ നിൽക്കുന്ന, ക്രൂര കണ്ണുകളുമായി നിൽക്കുന്ന അവരെ നോക്കി യേശു നിൽക്കുന്നു. ആ സമയത്താണ് യേശുവിനോട് മോശയുടെ നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവനോട് ചോദിക്കുന്നത് ഈ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനെ കുറിച്ച്. അവിടെ യേശു നൽകുന്ന മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഇതാ ഇപ്പോൾ ജെറുസലേമിൻ്റെ തെരുവ് വീതിയിലൂടെ പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മൊത്തവും സൃഷ്ടിച്ചവൻ, ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തു, ആ പാപിനിയെ രക്ഷിച്ചവൻ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ, കല്ലെറിയപ്പെട്ട് ചാട്ടവാറുകളാൽ അടിയേൽക്കപ്പെട്ട് ഇതാ മരക്കുരിശിൽ മരിക്കുവാൻ, കൊലപ്പെടുത്തുവാനായിട്ട് ക്രൂര മനസ്സുമായി പടയാളികൾ കൊണ്ടുവരികയാണ്. പ്രിയമുള്ളവർ, ഈ നോമ്പുകാലത്ത് യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മിലെ പാപമാലിന്യങ്ങളെ ഓർത്ത് കരയുവാൻ, യേശുവിനോട് അനുരഞ്ജനപ്പെടുവാൻ, ദൈവവുമായി ഐക്യപ്പെടുവാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ നമ്മുടെ പാപങ്ങളെ പോക്കുവാനായിട്ട് മതിയായവനാണ്. ദൈവം നിങ്ങളേവരെയും ഈ നോമ്പുകാലത്തിൽ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.